ഇത്ര നാളും കേട്ട കുറേ നല്ല ജീവിത ഉപദേശങ്ങളുണ്ട്. എൻ്റെ സ്വന്തം ജീവിതത്തിൽ അതെല്ലാം ഏറെ ഉപകാരപ്പെട്ടതുമാണ്. അതിൽ നിന്ന് കുറച്ചെണ്ണമെടുത്ത് ഇങ്ങനെ നിത്യവും രാവിലെ ഇന്ന് നല്ല ഒരു ദിവസമാണെന്ന പേരിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് മറ്റുള്ളവർക്കും ഉപകരിക്കുന്നതിന് വേണ്ടി പങ്കുവയ്ക്കുകയാണ്. അതിൽ ആദ്യത്തേത്, ഏറ്റവും പ്രധാനപ്പെട്ടത് നിശ്ചലമാകാതിരിക്കുക എന്നതാണ്. ഏറ്റവും വലിയ കാര്യമെന്ന് ആ ഒരു ആശയം അമിതമായി വിശ്രമിക്കാതിരിക്കുക എന്നതാണ്. നിരന്തരം സഞ്ചരിക്കുക. തീവ്രപരിചരണ വിഭാഗത്തിൽ ICUവിൽ കിടക്കുകയാണെങ്കിൽ അറിയാം, അവിടെ കൺപോള അനക്കങ്ങൾ വരെ അത്രയും അമൂല്യമാണ്. നമ്മളാൽ കഴിയുന്നത് പോലെ നിരന്തരമായി നീങ്ങിക്കൊണ്ടിരിക്കുക, ജോലി ചെയ്യുക. ജാപ്പനീസ് വാക്കായ ഇക്കിഗായ് ആശയം പറയുന്നത് പോലെ നല്ലതായ ഒരു പ്രേരക ശക്തിയോടെ ജീവിതത്തിന് അർത്ഥവും ലക്ഷ്യവും പകർന്ന്, അല്ലെങ്കിൽ ജീവിച്ചിരിക്കാൻ ഏറ്റവും കാര്യവും കാരണവും സന്തോഷവും നിർവൃതിയും ഒക്കെയായി മുന്നേറിക്കൊണ്ടിരിക്കുക. നിരന്തരം ചലിച്ചുകൊണ്ടിരിക്കുക, കർമ്മനിരതരാകുക എന്നൊക്കെ സാഹിത്യ ഭാഷയിൽ പറയില്ലേ, അങ്ങനെ നിർത്താതിരിക്കുക. ചലനം കർമ്മ എന്ന് വേദാന്തത്തിലും വായിക്കുന്നുണ്ട്. ഭിക്ഷ യാചിച്ചിട്ടാണെങ്കിലും നടക്കാൻ സാധിക്കുക എന്നതാണ് ഏറ്റവും സമ്പന്നത എന്ന് പറയുന്നതിൽ ചില യാഥാർത്ഥ്യമുണ്ട്. തെണ്ടി നടക്കലാണ് ഏറ്റവും വലിയ സമ്പന്നത എന്ന് തമാശ പറയും. ഡോക്ടർമാർ ബെഡ് റെസ്റ്റ് നിർദ്ദേശിച്ചവർക്കറിയാം തെരുവിലൂടെ 2 കൈയും വീശി നടക്കുന്നതിലെ സ്വർഗീയത. അതുകൊണ്ട് നിശ്ചലമാകാതിരിക്കുക, നീങ്ങിക്കൊണ്ടേയിരിക്കുക. ഇന്ന് നല്ല ഒരു ദിവസമാണ്. സ്വന്തം കൃഷ്ണകുമാർ.